ജെറ്റ് എയർവേസ് വിമാനങ്ങൾ സർവീസ് നിർത്തിവെക്കുന്നതോടെ ഗൾഫ് പ്രവാസികളുടെ യാത്രാ പ്രശ്നം കൂടുതൽ രൂക്ഷമാകും. പ്രവാസികളെ കാത്തിരിക്കുന്നത് കഴുത്തറപ്പൻ ടിക്കറ്റ് നിരക്കായിരിക്കുമെന്ന് ട്രാവൽസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ മുന്നറിയിപ്പ് നൽകുന്നു. ഗൾഫിലേക്ക് ആഴ്ചയിൽ 40-ലേറെ സർവീസ് നടത്തിയിരുന്ന ഇന്ത്യൻ വിമാന കമ്പനിയാണ് ജെറ്റ് എയർവേസ്. അബുദാബിയിലെ ഇത്തിഹാദ് എയർലൈൻസുമായി ചേർന്ന് കോഡ് ഷെയറിംഗിലും സർവീസ് നടത്തിയിരുന്നു. ജെറ്റിന്റെ അന്താരാഷ്ട്ര സർവീസ് നിലയ്ക്കുന്നതോടെ വിവിധ ഗൾഫ് രാജ്യങ്ങൾക്കും ഇന്ത്യക്കുമിടയിൽ കരാർ പ്രകാരം നിലവിലുള്ള സീറ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാകും. ഇന്ത്യ ഗൾഫ് സെക്ടറിലാണെങ്കിൽ വിമാന ടിക്കറ്റിന് വൻ ഡിമാൻഡുണ്ട്. സീറ്റുകളുടെ എണ്ണം കുറയുകയും ആവശ്യക്കാർ വർദ്ധിക്കുകയും ചെയ്യുന്നതോടെ മറ്റു വിമാന കമ്പനികളുടെ ടിക്കറ്റ് നിരക്കും ഉയരും. ഓഫ് സീസണിലും ഉയർന്ന നിരക്ക് നൽകി യാത്ര ചെയ്യേണ്ട ഗതികേടിലായിരിക്കും പ്രവാസികൾ. ബോയിംഗ് മാക്സ് വിമാനങ്ങളുടെ സർവീസ് വിലക്കിയതും ദുബൈ വിമാനത്താവളത്തിന്റെ റൺവേ പുനർനിർമ്മാണത്തിനായി അടച്ച് വിമാനങ്ങളുടെ സർവീസ് വെട്ടിക്കുറച്ചതും ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുമെന്നുറപ്പാണ്. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ നഷ്ടപ്പെടുന്ന സീറ്റുകൾ മറ്റു വിമാന കമ്പനികൾക്ക് നൽകാനും പുതിയ വിമാന സർവീസ് പ്രഖ്യാപിക്കാനും കാലതാമസമുണ്ടാകും. കേന്ദ്രത്തിൽ പുതിയ ഭരണം വരുന്നതുവരെ കാത്തിരിക്കേണ്ടിയും വരും. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്.